ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇവരിന്ന് നിശ്ചയത്തിന് ഞങ്ങൾ കല്യാണത്തിന് പോയി. ഞങ്ങൾ കല്യാണത്തിന് പോവാ. ഇവ സർപ്രൈസ് ആയിട്ട് വന്നു. എനിക്ക് സർപ്രൈസ് ആയിരുന്നു. കാരണം ഇവര് ഇവിടെ എല്ലാവരും റെഡിയായി തോണ്ടി ഗൈസ്. അപ്പോൾ ഇവര് വേറൊരു നിശ്ചയത്തിന് പോകുന്നു. ടാറ്റാ. ഞങ്ങൾ കല്യാണത്തിന് പോവാ. ഓമന മമ്മി ഉണ്ട്. പോവാൻ കല്യാണത്തിന്. ആരുടെ കല്യാണം എന്ന് പറഞ്ഞില്ല. നമ്മുടെ മീനാക്ഷിയുടെ കല്യാണം, മീനാക്ഷി ചേച്ചിയുടെ കല്യാണം. ഞാനും അമ്മയും അച്ഛനും ശ്രീദേവി എൻ്റെ കല്യാണത്തിന് പോകും. ഇവരെല്ലാവരും നിശ്ചയത്തിന് പോകും. അമ്മൂമ്മ വരുന്നുണ്ട് കേട്ടോ നിശ്ചയത്തിന്. അമ്മൂമ്മ പോകുന്നേ. ചിക്കു കാർ എടുക്കുന്നു. നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് സന്ധ്യാൻ്റിയുടെ ചേച്ചിയുടെ സരിതാൻ്റിയുടെ മോളുടെ കല്യാണത്തിനാണ് നമ്മൾ പോകുന്നത്. ബീച്ച് ഓർക്കിഡ് വെച്ചാണ് കേട്ടോ കല്യാണം. കൊല്ലത്ത് മീനാക്ഷി ചേച്ചിയുടെ കല്യാണത്തിനാണ് പോകുന്നത്. അവിടെ ശ്രീദേവി ആൻറ്റി ഉണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഇന്ന് കുറച്ച് പുട്ടി ഓടിപ്പോയി സുഹൃത്തുക്കളെ. കുഴപ്പമില്ല, കല്യാണമായിട്ട് ഇരിക്കട്ട്. ഇന്ന് ഓവറായാലും കുഴപ്പമില്ല. ഞാൻ സ്നാപ്പ് കണ്ട, എല്ലാം നല്ലതാ. ഇവരൊക്കെ ആരാന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ മുത്തിന്റെ ആണോ? ഞാൻ മുത്തിന്റെ വ്ളോഗിൽ കൂടെ കണ്ടിട്ടുണ്ട്. ഇത് പറഞ്ഞോട്. ഇത് കിച്ചിച്ചേട്ടൻ അവിടെ. ഗൈസ് ഇത് ആദി ചേച്ചിയുടെ അമ്മ. ഞാൻ വന്ന് ീണത്ത് കൊണ്ടന്തി
കല്യാണ വൈഭോഗമേ ലക്ഷ്മി കല്യാണ വൈഭോഗമേ கொத்தோடு வாழை மரம் கொண்டு வந்து நிறுத்தி கோப்புடைய பந்தலுக்கு மேற்கட்டு கட்டி கௌரி கல்யாண வைபோகமே லக்ஷ்மி கல்யாண வைபோகமே माङ्गल्यं तन्तुनानेन मम जीवन हेतुना कण्ठे बध्नामि सुभगे त्वं जीव शरदशतम् माङ्गल्यं तन्तुनानेन मम जीवन हेतुना कण्ठे बध्नामि सुभगे त्वं जीव शरदशतम् मङ्गलं भगवान् विष्णु मङ्गलं गरुडध्वज मङ्गलं पुण्डरीकाक्ष मङ्गलाय तनो അലമാലകളാടിയുലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം കേട്ടു പ്രണയം മൃദുപല്ലവിയായി ആരു പറഞ്ഞു ഞാൻ കണ്ടതുരാക്കരമാണെന്നാരു പറഞ്ഞു ഗൈസ് കൊല്ലം ബീച്ച് കണ്ടോ, അടിപൊളിയല്ലേ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ഉണ്ടോ എന്ന് നോക്കാൻ പോവാം. ഗൈസ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു, വിശക്കുന്നില്ല. ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ല. എന്തിനാണ് മകളെ പ്രസക്തി ഉള്ളത്? നമുക്ക് ബീച്ചിൽ പോയാലോ? അതിന്റെ ബാക്കി ബീച്ചാ. ബീച്ചിൽ പോയാലോ? നോക്കാം. ഗൈസ് നമ്മൾ അവിടെ ഇരിക്കുന്ന റോസസ് ഒക്കെ പിച്ചുകൊണ്ട് വന്നു കേട്ടോ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ഒറിജിനൽ ഫ്ലവേഴ്സ് ആയി കണ്ടോ, ഒറിജിനൽ ഫ്ലവേഴ്സ്. നമുക്കിത് വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും പോയി. മീനാക്ഷി ചേച്ചി സാരി മാറാൻ വേണ്ടി പോയി. എന്നിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു, ഇഷ്ടംപോലെ ഫോട്ടോ എടുത്തു. നല്ല കിടിലം ഫോട്ടോസ് എടുത്തു. നല്ല രസമുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്തു. അമ്മ അച്ഛനൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കണം. ഇവിടെ ഭയങ്കര വെയിലും കാറ്റുമായതുകൊണ്ട്, ബീച്ച് സൈഡ് അല്ലേ, ഭയങ്കര കാറ്റായതുകൊണ്ട് നമുക്ക് മുടിയൊക്കെ പറന്നാകെ കുളമായി. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. MLA ആയിട്ടുള്ള നൗഷാദ് സാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന്. അമൃതയിലെ ഏതോ ഒരു ആനുവൽ ഡേക്ക് നൗഷാദ് സാർ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അമ്മയായിരുന്നു കോമ്പയറിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു ഓർമ്മയെ വെച്ചിട്ട് അമ്മയടുത്തും അച്ഛൻ്റെ അടുത്തും എൻ്റെ അടുത്തൊക്കെ ഓടി ഒന്ന് സംസാരിച്ചു കേട്ടോ. അങ്ങട് നമ്മള് സ്നാപ്പ് എടുത്തില്ല. എന്റെ സ്നേഹം
ഇവര് ഗുരുവായൂര് പോയി. അതെ അതെ. ഒരു കുഴപ്പമില്ല, അങ്ങനെ ആരും പറഞ്ഞളക്കേണ്ട ആവശ്യം. സുന്ദരിയാണ്, സുന്ദരിയാണ്, സുഭാഷിണിയാണ്, സുമംഗലയാണ്. ഇതെല്ലാം തന്നെ തന്നെ പറയുന്ന ആളാണ്. മിന്നാമിനുങ്ങേ മിന്നാമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ, മിന്നാമിനുങ്ങേ മിന്നാമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ, കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ, അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ, കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ, അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ, കണ്ണുനീർ പുഴവക്കിൽ നിന്നെ തനിച്ചാക്കി പോയതാരാണ്, മിന്നടി മിന്നടി മിന്നാമിനുങ്ങേ മിന്നും നക്ഷത്ര പെണ്ണേ, മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കൂരിരുൾ മേട്ടിലെ കണ്ണേ. കല്യാണം എല്ലാം കഴിഞ്ഞ് പെങ്കൊച്ചി പോയി, നമ്മൾ ഇറങ്ങുന്നു. കല്യാണ വ്ളോഗ് നല്ലതായിരുന്നു. അവിടെ എല്ലാവരും കരയുന്നു. ഈ അമ്മയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ കരച്ചിൽ തോന്നിപ്പോവും. ഒരമ്മയാവുമ്പം അങ്ങനെയൊക്കെയാണ്. ലക്ഷ്മി പോയപ്പോഴും ഞാൻ കരഞ്ഞു. പക്ഷെ ഞാൻ ഫ്രണ്ടിൽ നിന്നില്ലായിരുന്നു, ബാക്കിൽ നിന്നിരുന്ന് കരയുമായിരുന്നു. ലക്ഷ്മിയുടെ കല്യാണത്തിന് അത് ആരും കണ്ടില്ല, ഞാൻ തന്നെ. അല്ല, അച്ഛൻ കണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇന്നും കണ്ണീന്നെല്ലാം കണ്ണുനീര് വന്ന് ഞാനങ്ങ് തുടച്ചു. അപ്പൊ ഗൈസ്, നമ്മുടെ കല്യാണ വ്ളോഗ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഗൈസ്, ലക്ഷ്മി ചേച്ചിയുടെ കല്യാണ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് കുറെ പേര് യൂട്യൂബിലെ കമന്റ്സ് ആയിട്ടും പേഴ്സണൽ മെസ്സേജസ് ആയിട്ട് കുറെ കോംപ്ലിമെന്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. നല്ല എഡിറ്റിംഗ് ആയിരുന്നു, എന്നുവെച്ചാൽ സിറ്റുവേഷന് അനുസരിച്ചുള്ള സോങ് ആണ് നമ്മൾ ഇട്ടതെന്നൊക്കെ. ഞാൻ കുറെ നേരം കോപ്പിറൈറ്റ് വരാത്ത പാട്ടൊക്കെ കണ്ടുപിടിച്ച് അങ്ങോട്ട് ഇട്ടതാട്ടോ. അല്ലെ 2-3 മണിക്കൂറത്തെ പരിശ്രമമാണ് നിങ്ങൾ 13 മിനിറ്റിൽ കണ്ടു തീർത്തത്. അപ്പോൾ ഈ വീഡിയോയും നല്ല അടിപൊളിയായിട്ട് എഡിറ്റൊക്കെ ചെയ്ത് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ. നമ്മുടെ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ അനദർ വ്ലോഗ്. ബൈ.